ശ്രീ ബാബ സുരേഷ്, ഇവിടെ താങ്കൾ ഒരുപാട് പാമ്പുകളെ പിടിച്ചിട്ടുണ്ട്, പലയാവർത്തി പാമ്പുകടി ഏറ്റിട്ടുണ്ട്. അത് പല ഘട്ടത്തിലും അത്യാസന്ന നിലയിൽ ആ പൂമട്ടിൽ പാമ്പുകടി ഏറ്റ ആളുമാണ്. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു വയോധികയ്ക്ക് പാമ്പുകടി ഏറ്റു. അത് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എന്ന് പറഞ്ഞാൽ പാമ്പുകടി ഏറ്റു, ആ അമ്മ കുഴഞ്ഞു വീണു. പാമ്പുകടി ഏറ്റു എന്ന് പറഞ്ഞിട്ടാണ് കുഴഞ്ഞു വീണത്. അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലുണ്ട്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. അതും എന്തോ ഉഗ്രവിഷമുള്ള പാമ്പാണ്. ഈ പാമ്പുകടി ഏറ്റ സ്ഥലമെന്ന് പറഞ്ഞാൽ അങ്ങ് ഏതോ ഉൾപ്രദേശത്തുള്ള സ്ഥലവുമല്ല. അപ്പോൾ കേരളത്തിൽ എവിടെയും ഇന്ന സ്ഥലങ്ങളിലെ ഇന്ന വിഷപ്പാമ്പ് കാണൂ എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ ഇപ്പോഴുണ്ട്. ഉറപ്പായും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതൊക്കെ ആവുകയും ചെയ്യാം. താങ്കളുടെ ഒരു അനുഭവ പരിചയത്തിൽ ഇപ്പോൾ നാട്ടുകാർ സൂക്ഷിക്കേണ്ട എന്തൊക്കെയാണ് ശിവാബ സുരേഷ്? നല്ല കാര്യം. ഞാനിപ്പോൾ എന്താ പറയുക, ഒരു 39 വർഷമായി ഈ മേഖലയിലേക്ക് വന്നിട്ട് ഏകദേശം ഒരുപാട് ഒട്ടനവധി 14 ജില്ലകളിലും സഞ്ചരിച്ചു. ഇപ്പോൾ ഞാൻ ഈ ലൈവിലിരിക്കുമ്പോൾ തന്നെ ഞാൻ കർണാടകത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിളിക്കുന്ന സമയത്ത് കർണാടകത്തിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും ഒരുപാട് പാമ്പുകളുടെ കുറിച്ച് പ്രത്യേകതകളും അവിടുത്തെ സുഹൃത്തുക്കളും കടികളൊക്കെ എനിക്ക് നല്ല പരിചയമാണ്, അറിയാം സുഹൃത്തുക്കൾ കടികൾ. പക്ഷേ ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കടി കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു 5-8 വർഷങ്ങൾക്ക് ശേഷം, ഇപ്പോൾ 5-6 വർഷങ്ങൾക്ക് ഇപ്പുറം പല സ്ഥലത്തും നമ്മുടെ പാമ്പുകൾക്ക് ടെറിട്ടോറിയൽ എന്നൊരു സംഭവം ഇപ്പോൾ എല്ലായിടത്തും പാമ്പുകളെ കാണുന്നു. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം സിറ്റിക്കകത്ത് വരെ ധാരാളം മൂർഖൻ പാമ്പുകളുടെ സാന്നിധ്യം കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, വളരെ അപൂർവമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് തൃശ്ശൂർ ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. തൃശ്ശൂർ നമ്മുടെ ആ കുഞ്ഞിന് കടിയേറ്റിയത് ശങ്കുരൻ പാമ്പിൻ്റെ കടിയാണെന്ന് പറയപ്പെടുന്നു. ശങ്കുരൻ്റെ കടിയേറ്റാണ് മരണപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതേ അനുഭവം നമ്മുടെ കേരളത്തിൽ വളരെ ധാരാളം ശങ്കുരൻ പാമ്പിൻ്റെ കടിയേറ്റ് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പത്തനാപുരത്തായിരുന്നാൽ പോലും ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ എന്താ പറയുക, കോഴിക്കോട് കടികിട്ടിയത് ഉൾപ്പെടെ മലപ്പുറത്ത് 2 വയസ്സുള്ള കുട്ടിക്ക് കടികിട്ടി ഉൾപ്പെടെ കുട്ടികൾക്ക് ഒരുപാട് കടികൾ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ശ്രീമാൻ അൻവർ സാർ പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ പരിസരം വൃത്തിയാക്കിയിടാതിരിക്കുന്നത് ഒന്ന് കാരണമാണ്. രണ്ടാമത് നമ്മുടെ ഈ ചെടികൾ സ്നേഹിക്കുന്ന അമ്മ ഒരുപാട് ചെടികൾ വെക്കുന്നുണ്ട്. ചെടി വെക്കുന്ന സമയത്ത് ചെടിയുടെ ഇഷ്ടിക വെച്ച് അടുക്കി വെക്കാറുണ്ട്. അതുപോലെ നമ്മുടെ സിമെൻറ്റ് ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിമെൻറ്റ് കട്ട താബൂക്കൊക്കെ വെച്ച് അടുക്കി വയ്ക്കുമ്പോൾ ആ താബൂക്കിൻ്റെ അടിയിലൊക്കെ ഹോളുണ്ടെങ്കിൽ അവയൊക്കെ വന്നിരിക്കാൻ സാധ്യത. പക്ഷേ ശങ്കുരൻ പാമ്പിന് ഇതൊന്നും ബാധ്യതയല്ല. ശങ്കുരൻ പാമ്പിന് ഇതൊന്നും ബാധകമല്ല. ശങ്കുരൻ പാമ്പ് സാധാരണ രാത്രി സഞ്ചാരിയായി മാറ്റിൻ്റെ പരിസ്ഥിതി ഇപ്പോൾ ഈ കട്ടിലിൻ്റെ മേളിൽ മെത്തയിൽ തലങ്ങണയ്ക്ക് അടിയിലിരുന്ന് കടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ 2 കുട്ടികൾക്കും കടിയേറ്റു എന്നാണ്. അപ്പോൾ കണ്ടിരിക്കുന്നത് നമ്മൾ ചെറിയ ഒരു ശങ്കുരൻ പാമ്പിൻ്റെ കുഞ്ഞിനെയാണ് ആ കണ്ടിരിക്കുന്നത്. പക്ഷേ ചെറിയ ഒരു പാമ്പ് എന്ന് പറയുമ്പോൾ അത് ഒന്നിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പാമ്പ് കടിയാണ് എന്ന് ഡോക്ടർ കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രമാണ് അത് പാമ്പ് കടിയിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ അത് എന്താ പറയുക, ഭക്ഷ്യവിഷബാധ എന്നുള്ള രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ പരമാവധി നമ്മുടെ വീട്ടിൻ്റെ പരിധി അടുത്ത മാസം കൂടി ആകുമ്പോൾ അണിലിയുടെ പ്രസവം കഴിയുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ രണ്ടാമത് മൂർഖൻ പാമ്പിൻ്റെ മുട്ട വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അത് ഏകദേശം എനിക്ക് തോന്നുന്നത്, എനിക്ക് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ട്രിവാൻഡ്രത്ത് മോഹൻകുമാർ എന്ന് പറഞ്ഞ പഴയ MLA യുടെ വീട്ടിൽ നിന്ന് ഒരു 17 കുഞ്ഞുങ്ങളെ എടുത്ത്, തള്ളയെ കിട്ടിയിട്ടില്ല. അതുപോലെ കാലടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 15 കുഞ്ഞുങ്ങളെയും തള്ളപ്പാമ്പിനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എന്താ പറയുക, പേയാട് ദർശൻ നഗറിനകത്ത് ഒരു വീട്ടിൻ്റെ ബാത്റൂമിനകത്തുനിന്ന് ഏകദേശം 8ഓളം കുഞ്ഞുങ്ങളെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മൂർഖൻ്റെ കുഞ്ഞിന് അതിനകത്ത് വരാനായിട്ട് ഒരു വഴിയില്ല. അങ്ങനെ ആ വഴി തേടി പോകുന്ന സമയത്ത് അതിൻ്റെ സിംഗിൾ വാഷ് ബേസിൽ നിന്ന് വെള്ളം പോകുന്ന ലൈന് വെളിയിൽ എലി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പറമ്പിൽ നിന്ന് മതിൽക്കെട്ടിൽ നിന്ന് മാളം ഉണ്ടാക്കി ഈ പൈപ്പിൻ്റെ അടുത്ത് നിന്ന് മുട്ടയിട്ട് വിരിഞ്ഞിട്ട് ഈ പൈപ്പ് വഴി സിങ്കിൻ്റെ ആ ചെറിയ ഹോളിൽ കൂടി കുഞ്ഞുങ്ങൾ ഇറങ്ങി വരുന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റി. വാഷ് ബേസിൻ്റെ ചെറിയ ഹോളിൽ കൂടി ഇറങ്ങി വരണം കാണാൻ പറ്റി. ഞാൻ പറഞ്ഞു അതിലായിരിക്കും വരണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് വെള്ളം നിറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് കുഞ്ഞുങ്ങളിങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന സ്ഥലത്തൂടെ മാത്രമേ പാമ്പുകൾ സഞ്ചരിക്കുന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ സൂക്ഷിക്കുക, പ്രിക്കോഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീട്ടിൻ്റെ ആ പാമ്പടി അപകടം കുറഞ്ഞിരുന്നത് വീട്ടിൻ്റെ മുന്നിലും പിന്നിലും 2 ഡോറുകളിലും കട്ടളപ്പടി അടിയിൽ പടിയുണ്ടായിരുന്നു. ഇപ്പോൾ പടിയില്ല. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, മസ്കിറ്റോ നെറ്റൊക്കെ വയ്ക്കുമ്പോൾ മസ്കിറ്റോ നെറ്റിൻ്റെ അടിയിലൊക്കെ ഗ്യാപ്പ് ഉണ്ടാവുന്നു. അതുവഴിയൊക്കെ പാമ്പുകൾ കടന്നു വരാം. പിന്നെ നമ്മൾ 90% വീടുകളിലും ഈ കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിൽ ഒരു മൂർഖൻ പാമ്പിൻ്റെ കുഞ്ഞിനെ മാത്രമാണ് കിട്ടിയത്. നമുക്ക് പേട്ടയിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ അവർ ഈ അടുക്കളയിൽ നിന്ന് സിങ്കിൽ നിന്ന് വെള്ളം പോകുന്ന ആ വഴി പുറത്ത് അടച്ചിട്ടില്ല, അടുത്ത പറമ്പിലേക്ക് വിട്ടിരിക്കുന്നു. ആ പൈപ്പിൽ കൂടി കയറി വന്നിട്ട് സിങ്കിൻ്റെ അടിയിലത്തെ ഓപ്പണിൽ കൂടിയാണ് വീടിനകത്ത് ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ അപകടമാണ്. അതുപോലെ നമുക്ക് പരിസരം വൃത്തിയാക്കും. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ലവ് ബേഡ്സിനെയൊക്കെ വളർത്തുന്നത് അൻവർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ലവ് ബേഡ്സിനെയൊക്കെ വളർത്തുന്നതൊക്കെ ഒഴിവാക്കുന്നത്. പക്ഷേ അത് അങ്ങനെ ഇഷ്ടമുള്ള വളർത്തുന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ മണ്ടയിലോ ടെറസിൻ്റെ മണ്ടയിലോ അങ്ങനെ ഹൈറ്റിൽ അങ്ങനെ വെക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് നമ്മുടെ തേങ്ങയൊക്കെ ഉണക്കാൻ വിരിക്കുന്ന വലയൊക്കെ ഇപ്പോൾ എല്ലാവരും അതിർത്തിയിലൊക്കെ വിരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് അകലം പാലിക്കും. നമുക്ക് അകത്തിയിരുത്താൻ അവരുടെ സാന്നിധ്യം അകറ്റി നിർത്താൻ കഴിയും. അതിലുപരി ഏറ്റവും നല്ലത് പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക്, ഇപ്പോൾ ചേരയായിരുന്നാലും മൂർഖനായിരുന്നാലും അണലിയായിരുന്നാലും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് എലിയെ തേടിയിട്ടാണ്.
വിജയിച്ചിട്ടുണ്ട്. എലി എന്ന് പറഞ്ഞപ്പോൾ എലി സഞ്ചരിക്കുമ്പോൾ എലിയുടെ മോഷൻ്റെയോ യൂറിൻ്റെയോ ഗന്ധമാണ് പാമ്പുകൾ നാവ് കൊണ്ട് തിരിച്ചറിയുന്നത്. അല്ലാതെ 50 മീറ്റർ അകലെ അല്ലെങ്കിൽ 50 അടി അകലെ ഒരു എലി ഉണ്ടെന്ന് കണ്ട് പാമ്പുകൾക്ക് ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് കയറി വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ പാമ്പ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആദ്യം ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം ഒരു 2-3 മാസം കൂടുമ്പോൾ ലേശം മണ്ണെണ്ണയോ ഡീസലോ അവിടെ മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ നാവ് കൊണ്ട് എലിയുടെ മോഷൻ്റെയൊക്കെ ഗന്ധം തിരിച്ചറിഞ്ഞ് സെൻസ് ചെയ്ത് വരുന്ന പാമ്പുകൾക്ക് ആ ആസിഡ് പാറായ മണ്ണെണ്ണയുടെ മണം കിട്ടുകയും അതുപോലെ ഈ എലിയുടെ മണം എലിയുടെ യൂറിൻ്റെ ഗന്ധം അവിടെ മുറിയുക. അപ്പോൾ തിരിച്ച് മടങ്ങി പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു 1000-ആയിരക്കണക്കിന് വീടുകളിൽ ഇങ്ങനെ ചെയ്ത് വിജയിച്ചായിട്ട് അവരെൻ്റെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേരുടെ പറഞ്ഞു. അപ്പോൾ അത് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ പല വീട്ടിലും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ പോയ സമയത്ത് കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ പഴയ സാമഗ്രികൾ പഴയ സാധനങ്ങൾ വാരി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി അവിടെയൊക്കെ വന്നിരുന്നിട്ട് അവയ്ക്ക് കട്ടിലേക്ക് കയറണം. ഇപ്പോൾ ഈ കുഞ്ഞു മക്കൾ കിടന്ന് ഈ മോൻ്റെ വിയോഗം നടന്ന സംഭവത്ത് ആ കട്ടിലേക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറാനും അതുവഴി ആ മറ്റേ അടിയിലോ ആണെങ്കിൽ നമ്മുടെ എന്താ പറയുക പില്ലോയുടെ അടിയിലൊക്കെ ഇരുന്നിട്ട് അവർ കിടക്കുമ്പോൾ വേദനയൊക്കെ എടുക്കുമ്പോൾ സൈഡിൽ കൂടെ കടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ ജനലുകൾ നമ്മൾ ഭിത്തിയോട് ചേർന്ന് ജനലിനോട് ചേർന്ന് കട്ടിൽ ഇട്ട് കിടക്കുന്നത് ഒരു അപകടമാണ്. നമ്മുടെ പത്തനാപുരത്തെ ഒരു മോള് മരണപ്പെട്ടത് തറയിൽ ചോരോട് ചേർന്ന് കിടന്നു. ചൂട് സമയത്ത് ചോരോട് ചേർന്ന് കിടക്കുന്ന സമയത്താണ് 4 കുട്ടികൾ കിടന്നതിൽ ആ ചേർന്ന് കിടന്ന കുട്ടിക്കാണ് കടിയേറ്റിട്ട് ആ മോള് മരണപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പം ചൂട് സമയത്ത് മാത്രമല്ല പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരും. ഇപ്പോൾ അറിയാം, നമ്മുടെ കേരളത്തിൽ പരക്കെ എല്ലാവരും പാമ്പിനെ പിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്നും ഒരിക്കലും ചൂട് സമയത്ത് മാത്രം, മഴ സമയത്ത് പാമ്പിനെ പിടിക്കുന്നു, ചൂടും മഴയൊക്കെ കുറഞ്ഞ സമയത്ത് പാമ്പിനെ പിടിക്കുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളികളോട് അല്ലെങ്കിൽ നാട്ടുകാരോട് പറയാനുള്ളത്, ഇപ്പോൾ ഇന്ന് ഈ കുഞ്ഞു മക്കളുടെ വിയോഗം കണ്ടിട്ട് ഒരുപാട് കോളുകൾ, എനിക്ക് തോന്നുന്നു കാസർഗോഡ് പോലെ പാറശാല വരെ ഒരുപാട് കോളുകൾ ആൾക്കാർ പേടിച്ചിട്ട് വിളിക്കുന്നത്. ഇപ്പോൾ വെള്ളി വരെ എന്നറിയപ്പെടുന്ന ചുവർ പാമ്പിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഇതല്ലേ ശങ്കുവരനൊക്കെ ചോദിച്ചുകൊണ്ട് വിളിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോടും എൻ്റെ പ്രിയപ്പെട്ട ചെടിയെ സ്നേഹിക്കുന്നവരോടും അല്ലെങ്കിൽ താമരയൊക്കെ വളർത്തുന്നവരോടും അല്ലെങ്കിൽ മൃഗങ്ങളെ സ്നേഹിച്ച് പറമ്പിൽ വീട്ടിൻ്റെ മുറ്റത്തും ചുവരിലൊക്കെ വെള്ളം വെച്ച് കൊടുക്കുന്നവരുടെ ഒരു കാര്യം പറയണം, പാമ്പുകൾക്ക് ചൂട് കൂടുമ്പോൾ വെള്ളം അനിവാര്യമാണ്, കുടിക്കാൻ ആവശ്യമാണ്. മുട്ടയിട്ട് വരും. ഇപ്പോൾ നമുക്കറിയാം നവംബർ ഡിസംബർ ജനുവരി പാമ്പുകൾ ഇണചേർന്ന് ജനുവരി തൊട്ട് ഫെബ്രുവരി മാർച്ച് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളെയൊക്കെ പുറത്ത് പോയതിനു ശേഷം ഇപ്പോൾ തള്ളപ്പാമ്പുകൾ ഭക്ഷണം തേടിയും വെള്ളം കുടിക്കാനൊക്കെ പോകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ പരിസരത്ത് നമ്മൾ താമര പോലുള്ള ചെടികൾ വെച്ച് അതിൽ ചെറിയ ഫിഷ് ടാങ്കുകൾ തറയിൽ വെച്ചിട്ട് അവിടെ ഒക്കെ വെള്ളം വെക്കുന്നത് കുറച്ച് കാലത്തേക്ക് നിങ്ങളൊന്ന് ഒഴിവാക്കണം. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതുപോലെ താഴെ ചെടിക്ക് ഈ പക്ഷികൾക്ക് വെള്ളം വെക്കുന്നത് പൊക്കത്തിൽ മതിലിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാമ്പിൻ്റെ സാന്നിധ്യം കുറയ്ക്കാൻ പറ്റും. അതിൽ നമ്മുടെ കോമ്പൗണ്ടിൽ വീഴുന്ന വേസ്റ്റ് വെള്ളം, നമ്മൾ പറയാം കുളിമുറിയിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്, അതൊക്കെ ഒരു പാത്രത്തിൽ ശേഖരിച്ച് അടുത്ത വേക്കൻ്റായി കിടക്കുന്ന പറമ്പിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഇവയുടെ സാന്നിധ്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഫുഡ് വേസ്റ്റ്, ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് നമ്മുടെ കോമ്പൗണ്ടിൽ ഇടുമ്പോൾ അത് നമുക്ക് അടുത്ത പറമ്പിൽ നിന്ന് എലി നമ്മുടെ പറമ്പിലേക്ക് വരാനും അവിടെ ഫുഡ് കിട്ടുമ്പോൾ ആ ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് ഫുഡ് കഴിച്ചതിന് ശേഷം അവിടെ തന്നെ മാളം ഉണ്ടാക്കി അവിടെ വസിക്കാനും സാധ്യത കൂടുതലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.